ജീവിതത്തിൽ ഉമ്മാക്ക് ഉപ്പാക്ക് ചില താല്പര്യങ്ങളൊക്കെ ഉള്ളത് ഓർമ്മയില്ലേ? പലപ്പോഴും പലതും പറഞ്ഞത് ഓർക്കുന്നില്ലേ? അള്ളാഹു നമുക്ക് തന്ന നിഅമത്തിൽ നിന്ന് ഉപ്പാന്റെ ഉമ്മാന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കണം. മക്ക കാണാൻ ഉമ്മാക്ക് ആഗ്രഹമായിരുന്നു, മദീനത്ത് പോകാൻ ആഗ്രഹമായിരുന്നു. തൗഫീഖ് ലഭിക്കും മുമ്പ് തന്നെ വിട്ടുപിരിഞ്ഞു പോയി. ഉമ്മാക്കതിനുള്ള സമ്പത്തൊന്നുമില്ല, ഉപ്പാക്കതിനുള്ള കഴിവൊന്നുമില്ല. പക്ഷേ ബാപ്പാന്റെ ആഗ്രഹമായിരുന്നു, ഉമ്മാന്റെ താല്പര്യമായിരുന്നു. മക്കൾക്ക് അല്ലാഹു അതിന് കഴിവ് കൊടുത്തിട്ട് എന്റെ ബാപ്പക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടായിരുന്നല്ലോ, എന്റെ ഉമ്മക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടായിരുന്നല്ലോ, അല്ലാഹു എനിക്ക് കഴിവ് തന്നല്ലോ, ഞാനതങ്ങ് വീട്ടിയേക്കട്ടെ എന്ന് ചിന്തിക്കുന്നത് ബാപ്പക്ക് ഉമ്മക്കുള്ള കടപ്പാട് വീട്ടുന്നതിൽ വലിയൊരു വിഷയം തന്നെയാണ്. വാഗ്ദത്തങ്ങൾ നിർവഹിക്കണം, വാഗ്ദാനങ്ങൾ നിറവേറ്റണം, വസിയ്യത്തുകൾ പാലിക്കണം. വൈക്രാമു സ്വദീഖിഹിമാ, ബാപ്പാന്റെയും ഉമ്മാന്റെയും സുഹൃത്തുക്കളെ ബഹുമാനിക്കുക, ആദരിക്കുക. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടപ്പാടുകൾ എണ്ണിപ്പറഞ്ഞപ്പോ നാലാമതായി പറഞ്ഞ ഒന്നാണത് ഇക്റാമു സ്വദീഖിഹിമാ, ഉപ്പാന്റെ സുഹൃത്തുക്കൾ, ഉമ്മാന്റെ സുഹൃത്തുക്കൾ. പഴയ കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ നല്ലോണം നടപ്പുണ്ടായിരുന്ന ഒരു സംഗതി എന്തായിരുന്നു? അത് എല്ലാ വർഷവും ഓരോ വീടുകളിലും മരിച്ചുപോയ ബാപ്പാന്റെയും ഉമ്മാന്റെയും ആണ്ട് നടക്കാതിരിക്കൂല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. 2 വർഷം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞപ്പോഴേക്ക് വാപ്പാനും ഉമ്മാനൊക്കെ മറന്നുപോയി പലരും. അവരെ സമ്പത്തി കൊണ്ടാണ് പുഷ്കലമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഓർമ്മ ഒന്നും ഇപ്പല്ല. അതാരെങ്കിലും അനൗൺസ് ചെയ്ത് കൊടുത്താലും ഓർമ്മ ഉണ്ടാവില്ല, പറഞ്ഞു ഓർമ്മിപ്പിച്ചാലും ഓർമ്മ ഉണ്ടാകൂല. സുഹൃത്തുക്കളൊക്കെ വാപ്പാന്റെ കൂട്ടുകാരൊക്കെ ഒന്ന് വിളിച്ച് അവരൊക്കെ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് ഉപ്പാന്റെ ആണ്ടിന്റെ ദിവസമാണ് ഒരു ഭക്ഷണമൊക്കെ കൊടുത്ത്, അങ്ങനെ കൂട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പതിവാക്കിയതല്ലേ. ആടിനെ അറുത്തിട്ട് കഷ്ണം കഷ്ണാക്കിയിട്ട് ഖദീജ റളിയല്ലാഹുവിന്റെ പേരിൽ ആർക്കത് കൊടുത്തയച്ചിരുന്നത്? യുർസിലു ഇലാ സദാഇഖി ഖദീജ, ഖദീജ റളിയല്ലാഹുവിന്റെ കൂട്ടുകാരികളിലേക്കാണ് അത് കൊടുത്തയച്ചിരുന്നത്. ആ ആടിന്റെ കഷ്ണം ഇറച്ചികളൊക്കെ. അങ്ങനെ ഒരു സമ്പ്രദായം, ഒരു സുന്നത്ത് ഉണ്ട്. അത് എടുത്തു മാറ്റി പോകരുത്.